ജെന്റിൽ പാരന്റിങ്ങിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കോൺഷ്യസ് പാരന്റിങ്ങിലും എല്ലാം പൊതുവെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. കുട്ടികളെ വാലിഡേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കുട്ടികളെ എപ്പോഴും വാലിഡേഷൻ പല കാര്യങ്ങളിൽ കൊടുക്കുക എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ടെങ്കിലും എങ്ങനെയാണ് ശരിക്കും അവരുടെ വാലിഡേഷൻ കൊടുക്കേണ്ടത്, എപ്പോഴൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വാലിഡേഷൻ ചെയ്യേണ്ടത്, എന്താണ് ഇതിന് പ്രോപ്പറായിട്ടൊരു വേ എന്നൊന്നും ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നാച്ചുറലി വരുന്ന ഒരു കാര്യമല്ല. അത് പഠിക്കാൻ തന്നെയുണ്ട്. കാരണം നമ്മുടെ ഒരു ജനറേഷനിൽ നമ്മൾ ഒരിക്കലും വാലിഡേറ്റ് ചെയ്തിട്ടാണ്, നമ്മുടെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്തിട്ടാണ് പാരന്റിങ് അല്ലെങ്കിൽ കുട്ടികളെ വാലിഡേറ്റ് ചെയ്യണം, അവരുടെ ഫീലിങ്സിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്യേണ്ടതാണ്, ഫീലിങ്സ് ഇസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അത് മാറി വരികയാണ്. ജനറേഷൻ മാറുന്നതോടുകൂടി നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് തരികയും എന്നാൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇപ്പോഴും പല ആളുകൾക്കും കിട്ടിയിട്ടുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ വാലിഡേഷനെ പറ്റിയാണ്. അപ്പൊ എന്താണ് വാലിഡേഷൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാം എന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാലിഡേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വലിയ ടോപ്പിക്കാണ്. അതിനെപ്പറ്റി കുറേ നമുക്ക് സംസാരിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വീഡിയോ കൊണ്ട് അത് നടക്കില്ലാത്തത് കൊണ്ട് ഞാൻ ആ വീഡിയോസിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ട് വാലിഡേഷനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസിൽ വാലിഡേഷനെ പറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ വാലിഡേഷൻ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് വാലിഡേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു റിലേഷൻഷിപ്പ് നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ഒരു അക്സെപ്റ്റൻസും ഒരു റെക്കഗ്നീഷനും ഒക്കെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും ഇതേ സംഭവം തന്നെയാണ്. നമ്മൾ കുട്ടികളെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഉള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിലും അതിലാണെങ്കിലും എങ്ങനെയാണ് അത് നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് അവരുടെ അടുത്തുള്ള കൂടെ ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ കൂടെ ഉള്ള കുട്ടികളെ അവരായിട്ട് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഈ ജെന്റിൽ പാരന്റിങ്ങിലും കോൺഷ്യസ് പാരന്റിങ്ങിലും ഒക്കെ വാലിഡേഷൻ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് റിയൽ ആണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അക്നോളജ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്നത് ഫീലിംഗ് ഹേർഡ്, അതായത് എന്നെ കേൾക്കാൻ ഒരാളുണ്ട്, എൻ്റെ ഫീലിങ്സ് സേഫ് ആണ്, എനിക്ക് ഈ ആളെ വിശ്വസിക്കാൻ പറ്റും എന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. വാലിഡേഷൻ എന്താണെന്ന് അറിയാതെ നമുക്ക് ഒരിക്കലും വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാലിഡേഷൻ എന്താണെന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെക്കുന്നത്. ഒരു കുട്ടീനോട് ഒരു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് സമയം എന്തെങ്കിലും കളിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു ടാസ്ക് കൊടുത്തു, അത് നന്നായി ചെയ്തിട്ട് വരുമ്പോഴേക്കും നമ്മൾ പറയും വെൽ ഡൺ, ഗ്രേറ്റ് ജോബ്. അത് ശരിക്കും വാലിഡേഷൻ അല്ല, അത് അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷനും വാലിഡേഷനും നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വാലിഡേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ റിയൽ ആയിട്ട് അത് എന്താണെന്ന് അറിയണം. അപ്പോൾ ഒരു കുട്ടിക്ക് അവരുടെ ഇമോഷൻസിനെയും അവരുടെ ഫീലിങ്സിനെയും അതൊക്കെ റിയൽ ആണ്, ആ എൻ്റെ ഇമോഷൻസ് അത് ട്രൂ ആണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അത് റെക്കഗ്നൈസ് ചെയ്ത് അത് അവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഐഡന്റിറ്റിനെയും അവരുടെ ഇൻഡിവിജ്വാലിറ്റിനെയും നമ്മൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ നോൺ ജഡ്ജ്മെന്റലായിട്ട് അവരെ കേൾക്കാൻ തയ്യാറാവുന്നു. അവരുടെ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ലോജിക്കില്ല, ഇതൊരു മേക്ക് സെൻസ് ചെയ്യുന്നില്ല എന്നായിരിക്കും പലപ്പോഴും തോന്നുന്നത്. പക്ഷേ ഈ കുട്ടിക്ക് അവർക്ക് ഉണ്ടാവുന്ന എല്ലാ ഇമോഷൻസും അത് എത്ര ഹ്യൂജ് ആണെങ്കിലും അത് എത്ര സ്മോൾ ആണെങ്കിലും അത് റിയൽ ആണ്, അത് അവരുടെ ഇമോഷനാണ്, അത് ലോജിക്ക് ഇല്ലെങ്കിൽ പോലും അത് അങ്ങനെ തന്നെയാണ് എന്ന്. വാലിഡേഷൻ എന്ന് പറഞ്ഞ സംഭവം നാച്ചുറലി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന പേരൻസും ഒക്കെ ജനറേഷൻ ടു ജനറേഷനായിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം ഫീലിങ്സ് ആർ നോട്ട് ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഹൈഡഡ് സംവെയർ എന്നുള്ളൊരു സംഭവം. നമ്മൾ ഒരിക്കലും നമ്മുടെ ഫീലിങ്സിനെ ആരെങ്കിലും കാണാനോ ആരെങ്കിലും കാണിക്കാനോ നമ്മൾ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാലിഡേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ലാത്തൊരു കാര്യമാണ്. ബ്രെയിനിന് അതൊരു പുതിയ സംഭവമായതുകൊണ്ട് ഇതൊരു ടൈം എടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മെനക്കെട്ടതാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം വാലിഡേറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ വാലിഡേറ്റ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിൽ വരാൻ പറ്റും. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്
കുട്ടികളുടെ ഫീലിങ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഉണ്ടാവുന്ന ഇമോഷൻസിനെ നമ്മൾ അക്നോളജ് ചെയ്യുന്നു, അവത് റിയൽ ആണെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്നാൽ സമ്മൺ ദെയർ ഫോർ മീ എന്നുള്ളൊരു സംഭവം വരും. നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവരെ അവരായിട്ട് തന്നെ നമ്മൾ വളർത്തുകയാണ്. അവരുടെ കുറവുകളെയും അവരുടെ ഇൻസെക്യൂരിറ്റീസിനെയും ഒക്കെ അവരെ തന്നെ മനസ്സിലാക്കി കൊടുത്ത് അവരെ അവരാക്കി വളർത്താൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴും പേരൻസിന്റെ ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡേറ്റ് ചെയ്യുക പറയുന്നത് ഞാൻ ശരിക്കും ലൈ ചെയ്യുമല്ലേ, അപ്പൊ എല്ലാം അങ്ങോട്ട് എഗ്രി ചെയ്ത് കൊടുക്കുവാണോ, നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഒക്കെ ഞാൻ റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. അതായത് നമ്മൾ നെഗറ്റീവ് ബിഹേവിയേഴ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നില്ല, നമ്മൾ അവരോട് ലൈ ചെയ്യുന്നില്ല, നമ്മൾ അവരുടെ ആക്ഷൻസിനെ എഗ്രി ചെയ്യുന്നില്ല. പകരം നമ്മൾ അവരുടെ ഇമോഷൻസിനെയാണ് എഗ്രി ചെയ്യുന്നത്. ഇമോഷൻസ് ആർ റിയൽ, ദേ ആർ ട്രൂ. അപ്പൊ അത് മാത്രമാണ് നമ്മളവരുടെ പ്രോബ്ലംസിനെ ഫിക്സ് ചെയ്യുന്നില്ല, നമ്മളവരുടെ ഒന്നും കോംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ആക്ഷൻസ് ഓക്കെ അല്ല, അത് കറക്റ്റ് അല്ല, പകരം നിങ്ങളുടെ ഇമോഷൻസ് ഓക്കെയാണ്. നീ ഇപ്പോൾ വാശി പിടിച്ച് കരയുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഐ ക്യാൻ സീ യുവർ അപ്സെറ്റ്. പക്ഷെ നീ കാണിക്കുന്ന ഈ ഒരു ദേഷ്യം പിടിച്ചെറിയുന്നത് ഓക്കെ അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റണം. നീ ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിനക്ക് ദേഷ്യമുണ്ട്, നീ അപ്സെറ്റ് ആണ്, അത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അവരുടെ ഇന്റേണൽ ഫീലിങ്സിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ഇന്റേണൽ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് ശരിക്കും വാലിഡേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു കാര്യം കണ്ടു, അത് ഓക്കെ, അവൻ ഭയങ്കര അപ്സെറ്റ് ആണ്, വാലിഡേറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വേഗം അത് ഫിക്സ് ചെയ്യാൻ നോക്കും, നിങ്ങളോട് ഞാൻ ശരിയാക്കി തരാം എന്ന് വിചാരിക്കുന്നു. അതിന് വാലിഡേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമുക്കൊരു കുട്ടീനെ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി റെഡി ആവാണ്ട് ഒരിക്കലും നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണ് വാലിഡേഷൻ എന്ന് അറിയണം. അതുപോലെ തന്നെ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റണം, നമ്മൾ സ്വയം വാലിഡേറ്റഡ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് പോസ് ആൻഡ് നോട്ടീസ് യുവർ സെൽഫ്. നമ്മൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും കുട്ടികളെ ഭയങ്കരമായിട്ട് ബാധിക്കാറുള്ളത്. അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് ആദ്യം തന്നെ മാറ്റിയെടുക്കേണ്ടത്. നമ്മുടെ നോൺ വെർബൽ ക്യൂസ്, നമ്മുടെ ജസ്റ്റേഴ്സും എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പം പോസ് ആൻഡ് നോട്ടീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോസ് ചെയ്യുക, നിങ്ങളുടെ നോൺ വെർബൽ ക്യൂസ് എന്താണ്, നിങ്ങളുടെ റിയാക്ഷൻ അത് ഏത് രീതിയിലാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഇമോഷൻസിനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്, നമ്മൾ അവരുടെ ഫീലിങ്സിനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, പക്ഷെ അവരുടെ ആക്ഷൻസിനെ അല്ല. നമ്മൾ ഒരിക്കലും അവരുടെ ആക്ഷൻസിനെ നമ്മൾ എഗ്രി ചെയ്യേണ്ട കാര്യമില്ല. ഐ എം ഡിസഗ്രീങ് വിത്ത് യുവർ ആക്ഷൻസ് ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പം അവരൊന്ന് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാശി പിടിച്ച് ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി കരയുകയാണെങ്കിൽ, ടാൻട്രംസ് കാണിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ ഐ ക്യാൻ സേ ദാറ്റ് യു ആർ റിയലി അപ്സെറ്റ് അബൌട്ട് ദിസ് സച്ച് എ തിങ്. പക്ഷേ എന്ന് വിചാരിച്ച് നീ കാണിക്കുന്ന കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു റീഅഷ്വറൻസ് ഉണ്ട്. അതായത് ദേഷ്യം വന്നാലേ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് കരയല്ലേ എന്ന് പറയുന്നതിന് പകരം നിനക്കിപ്പോൾ സങ്കടം വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു റീഅഷ്വറൻസ്, അതായത് അവർക്കുണ്ടാവുന്ന ആ ഫീലിങ്സ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, അത് ഒരു ഫീലിംഗ് ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു, അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന, എന്ന് നമുക്കും കൂടെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് ശരിക്കും വാലിഡേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ എപ്പോഴും നമ്മളെ മിറർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങളുടെ നോൺ വെർബൽ ക്യൂസ്, അതായത് നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജസ് അത് വേറൊരു രീതിയിലാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് ത്രെട്ടായിട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുട്ടീനെ വാലിഡേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ടേക്ക് എ പോസ് ഫോർ 10 seconds. 10 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് എന്ന് വാലിഡേറ്റ് ചെയ്യുന്നത്, നമ്മൾ റെഡി ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യുക. അത് നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ, ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് നോട്ടീസ് ചെയ്യാനും എന്ന് പറയുന്നത്. പക്ഷെ ഇത് ശരിക്കും സിമ്പിൾ അല്ല. കാരണം നമ്മൾ പുതുതായിട്ടൊരു കാര്യം പഠിക്കുമ്പം അത് നമ്മുടെ ബ്രെയിനിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പം നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു ഇമ്പൾസ് ആയിട്ട് തന്നെ നമ്മുടെ റിയാക്ഷൻസ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. കുട്ടികളൊരു ബിഹേവിയർ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെ റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്, നമ്മളതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അതത്ര എളുപ്പത്തിൽ വരില്ല. ആ സമയത്ത് നമുക്ക് 10 second പോസ്, നോട്ടീസ് ബൈ മൈസെൽഫ് എന്നുള്ള ആ സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ ഒരു 1 week ഒക്കെ വേണ്ടി വന്നേക്കും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു 1 week, അടുത്ത 1 week, ഇന്നു മുതലല്ല അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടാവുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു പോസ് യുവർ സെൽഫ് ആൻഡ് സ്റ്റാർട്ട് നോട്ടീസിങ് യുവർ സെൽഫ്. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. കുട്ടികൾക്ക് ഒരു വലിയൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവാനും, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, ഇമോഷണൽ സ്റ്റോംസ് ഉണ്ടാവാനും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാൽ പോലും നിങ്ങളത് ചെയ്യാൻ നോക്കുക. നിങ്ങൾ പേഴ്സണൽ ലൈഫ്, നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും, നിങ്ങളുടെ ബോസിൻ്റെ അടുത്തായിരിക്കും, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്തായിരിക്കും. അങ്ങനെയാണ് അവിടെയും നിങ്ങൾ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഈ വാലിഡേഷൻ എന്ന് പറയുന്ന കാര്യം എല്ലാവരുടെ അടുത്തും നടക്കുന്ന കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല,
നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിലും വാലിഡേഷൻ ആവശ്യമുണ്ട്. നമ്മൾ ഓഫീസിൽ അത് ആവശ്യമുണ്ട്. നമ്മൾ പോകുന്നിടത്തൊക്കെ വാലിഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നല്ല ഫ്രണ്ട്ഷിപ്സിൽ ആവശ്യമുണ്ട്. അപ്പം പോസ് ആൻഡ് നോട്ടീസ് യുവർ സെൽഫ് എന്ന് പറയുന്ന സംഭവത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് പോസ് വാസ് 10 seconds ആൻഡ് നോട്ടീസ് ദ ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്കുമായിട്ട് ഈ വാലിഡേഷൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം.